നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു വാർത്തയ്ക്ക് കൂടി ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. റിപ്പോർട്ടർ ഇംപാക്ട് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത തകർന്നതിൽ റീടാറിംഗ് നടത്തി നിർമ്മാണ കമ്പനി. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. 222 കോടി ചെലവഴിച്ച് നിർമ്മിച്ച റോഡ് പണി പൂർത്തീകരിച്ച് ഒരു വർഷം തികയുന്നതിന് മുൻപേ തകർന്നു. പൊതുമരാമത്ത് വകുപ്പും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ദീപക് മലയമ്മ വീണ്ടും എത്തുന്നു. ഗുഡ് ഈവനിംഗ് ദീപക് മലയമ്മ. നമ്മൾ മലബാറിൽ നിന്ന് കൊണ്ടുവരുന്ന രണ്ടാമത്തെ വാർത്തയ്ക്ക് ഇപ്പോൾ വീണ്ടും, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്നതാണ്, അതിൽ ഇപ്പോൾ റീടാറിംഗ് നടക്കുന്നു. അതായത് പരിഹാരമുണ്ടാകും, പ്രശ്നങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാട്ടിയാൽ എന്നൊരു ആത്മവിശ്വാസം നമ്മുടെ വാർത്താ സംഘത്തിനും ലഭിക്കുകയല്ലേ ദീപക്? സുജയ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ആ വാർത്ത നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു. അതിന് പിന്നാലെ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന എനിക്ക് ഉൾപ്പെടെ കേട്ട തെറിവിളികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് വലുതായിരുന്നു. പക്ഷേ അതിൽ ആ റോഡിൻ്റെ ഒരു ആഴം, ഒരു ഭാഗം ഇടതുവശം താഴ്ന്നു പോയത് കാണിക്കാൻ നമുക്ക് ദൃശ്യത്തിൽ പെട്ടെന്ന് പ്രകടമായി തോന്നുന്നില്ലായിരുന്നു. പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ അത്ര കണ്ട് താഴ്ചയും അവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഉൾപ്പെടെയുള്ള അവിടെയുള്ള ആളുകളുടെയൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നൽകുകയും ചെയ്തതാണ്. അത് ഞാൻ അല്പം വെള്ളമെടുത്ത് ആ ഒരു കുഴിയിലേക്ക് ഒഴിച്ചാണ് അത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. അതിനുൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. പരാതികൾ ദീപക് മലയമ്മ, ഞാനൊന്ന് ഇടപെടുകയാണ്. ദീപക് അന്ന് ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് അതിനുശേഷം ഇപ്പോൾ ടാറിംഗ് നടത്തിയിരിക്കുന്നു. അന്ന് വെള്ളമൊഴിച്ച് അത് പരിശോധിച്ച ആ ദൃശ്യമാണ് പ്രേക്ഷക സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്നത്. ഇപ്പോൾ എന്തായാലും ആ തകർന്ന പാതയിൽ ആ താഴ്ചയുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ ചൂണ്ടിക്കാട്ടിയ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ വീണ്ടും ടാർ വീണിരിക്കുന്നു. കൃത്യമായി അപാകതയുണ്ട് എന്നുള്ളത് ദീപക് കുറച്ച് ചീത്ത കേട്ടെങ്കിലും കാര്യങ്ങളൊക്കെ വൃത്തിയായല്ലോ അല്ലേ? അതെ, അതാണ് ആ മേഖലയിൽ റീടാറിംഗ് നടത്താൻ ശ്രീധന്യ കൺസ്ട്രക്ഷൻസ് കമ്പനി തയ്യാറായിരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം ഈ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൃത്യമായി ആ അപാകത പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം വന്നു. പരാതികൾ വിജിലൻസിനുൾപ്പെടെ പോകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണിപ്പോൾ അത് പരിഹരിക്കാനുള്ള ഇടയുണ്ടായിരിക്കുന്നത്. നമ്മളിത് എടുത്തു പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ റോഡ് ആകെ പ്രശ്നമാണ് എന്ന് കാണിക്കാനല്ല, അതിനപ്പുറത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ 222 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി അത് കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാത എന്നുള്ള നിലയിൽ പൂർത്തീകരിക്കുന്നു. ഒരു വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലെ ഒരു വശം താഴ്ന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അത് ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിച്ചത്. അതിൽ ഇടപെടലുണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ കുറേയേറെ ഭാഗങ്ങൾ ഇനിയും ഇത്തരത്തിൽ ടാറിംഗ് പൂർത്തീകരിക്കാനുണ്ട്. ഒപ്പം തന്നെ ആ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ അശാസ്ത്രീയതകൾ ഉണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ചില പ്രതികരണങ്ങളൊക്കെ ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ട്രീറ്റ്മെന്റ് തൊട്ടടുത്തുള്ള ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. അവിടെ വെളിച്ചത്തിന്റെ നേരത്തെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നുള്ളത് ആ പ്രൊജക്റ്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. അതൊന്നും തന്നെ പൂർത്തീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനിയും വീണ്ടും വീണ്ടും നമ്മൾ വിളിച്ചു പറയേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് പെട്ടെന്ന് അപകടത്തിലേക്ക് പോകാവുന്ന സാഹചര്യം അതൊരു പരിധിവരെ കുറയ്ക്കാനുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ റീടാറിംഗ് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സന്തോഷപൂർവ്വം പറയാനും സാധിക്കുക. താങ്ക് യു ദീപക് മലയമ്മ. ഇതുപോലെയുള്ള ഇടപെടലുകൾ തുടർന്നും നടത്തൂ. അപ്പോൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്ത പഴയ കാഴ്ച എന്താണ്, പുതിയ കാഴ്ച എന്താണ് എന്നതും പ്രേക്ഷകർക്ക് ബോധ്യമായി കാണുമല്ലോ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും, പരിഹരിക്കപ്പെടാതെ കിടക്കുന്നവ. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളുടെ പ്രതിനിധികളെ അറിയിച്ചോളൂ. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അവിടെ എത്താനും അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താനും സദാ സന്നദ്ധമായി നിൽക്കുകയാണ്. നമ്മൾ എപ്പോഴും തയ്യാറാണ്.